22 people in India have as much wealth as 70 crore people. 70 കോടി ഭാരതീയരുടെ ആസ്തി 70 കോടി ഭാരതീയർ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഈ കോർപ്പറേറ്റുകളിൽ 22 പേരുടെ മാത്രം ആസ്തിക്ക് തുല്യമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. Imagine there are 22 people sitting in the front row. 22 people have the same amount of wealth that 50% of India's population has. ഈ വേദിയിൽ 22 പേർ ഇരിക്കുകയാണെന്ന് കരുതുക. ആ 22 പേരുടെ ആസ്തികൾ കണക്കൂട്ടിയാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 50% വരുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? This is Mr. Narendra Modi's gift to the country. അതാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ഈ രാജ്യത്തിന് കിട്ടിയ ഏക സംഭാവന. So the question arises, what is the Congress party and the India alliance going to do? സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇതിനെതിരെ ഇന്ത്യ രാജ്യത്ത് അതുപോലെ എന്ത് ചെയ്യും? ഇന്ത്യ മുന്നണി എന്ത് ചെയ്യും? The first thing we are going to do is we are going to support the women of our country. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം ഈ രാജ്യത്തെ വനിതകളെ ഞങ്ങൾ ശാക്തീകരിക്കുകയാണ്. അവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുക. Everybody knows that in today's India both men and women work. നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാട്ടിൽ ആധുനിക ഇന്ത്യയിൽ ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. Both of them do jobs. രണ്ടുപേരും കഠിനമായി അധ്വാനിക്കുന്നവരാണ്. If a man works 8 hours, the woman works 8 hours, and then she goes back home and works another 8 hours. ഒരു പുരുഷൻ 8 മണിക്കൂറാണ് പകൽ ജോലി ചെയ്യുന്നതെങ്കിൽ ഈ വനിതയും ആദ്യത്തെ 8 മണിക്കൂർ പുറത്തും ജോലി ചെയ്യും. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയാൽ ആ വീട്ടിലെ ജോലികളെല്ലാം ഈ വനിത തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. That is why the women are the foundation of this country. They look after the next generation. They protect the next generation. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിന്റെ അടിത്തറയുടെ കരുത്ത് ഇവിടുത്തെ വനിതകളാണ്. തലമുറകളെ സൃഷ്ടിക്കുകയും അടുത്ത തലമുറകളെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് അവർ. And so the India Alliance and the Congress Party believes that the millions of Indian women who do this for the nation should be compensated. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ആഗ്രഹിക്കുന്നു ഈ നാടിനെ കരുത്തുറ്റതാക്കുന്ന ഈ ദശലക്ഷക്കണക്കിന് വനിതകൾക്ക് അവർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ കിട്ടിയേ തീരൂ എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. And so we propose the Mahalakshmi scheme. And the idea is that one woman in every single Indian poor family will be given 1 lakh of rupees every year, 8,500 rupees in her bank account every single month. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു, മഹാലക്ഷ്മിയുടെ പേരിൽ ഒരു പദ്ധതി ഞങ്ങൾ തുടങ്ങുന്നു. ഈ നാട്ടിലെ സാധാരണ കുടുംബങ്ങളിലെ വനിതകൾക്ക്, പാവപ്പെട്ടവർക്ക് അതിൽ ഒരു വനിതയുടെ പേരിൽ എല്ലാ വർഷവും ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. And this money will come into her bank account every single month until her family goes above the poverty line. ഈ പണം ഇവിടുത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ അയക്കുന്ന പണം അതെല്ലാ മാസവും കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാണോ അവർ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും പ്രയാസങ്ങളിൽ നിന്ന് ദാരിദ്ര്യരേഖയ്ക്ക് മേലേക്ക് വരുന്നത്, അത് വരുന്നത് വരെ ആ കുടുംബത്തിന്റെ അത്താണിയായി എല്ലാ മാസവും ഈ പണം അവിടെ ചെന്നിരിക്കും. We also propose to give women 50% reservation in all government jobs. അതുമാത്രമല്ല, ഈ നാട്ടിലെ സർക്കാർ ജോലികളിൽ, സർക്കാരിന്റെ പൊതുമേഖലാ ജോലികളിൽ 50% സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾ ഒരു പ്രപ്പോസൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്. And to double the wages of our Anganwadi and Asha sisters. അംഗനവാടികളിലും ആശാവർക്കർമാരുമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർ, അവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉറപ്പ് നൽകുന്നു, അവരുടെ വേതനങ്ങൾ നേരെ ഇരട്ടിയാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. Narendra Modi forgives
the loans of the richest people in the country, we are going to forgive the loans of our farmers again. നരേന്ദ്രമോദി എഴുതി തള്ളുന്നത് ഇവിടുത്തെ സഹസ്ര കോടീശ്വരന്മാരായ കോർപ്പറേറ്റുകളുടെ ആണെങ്കിൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ എഴുതി തള്ളാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട കർഷകന്റെയും സാധാരണക്കാരന്റേതുമായിരിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. Every single producer in India gets a fair price for his product. ഏത് ഉൽപ്പന്നം സൃഷ്ടിക്കുന്ന ഈ രാജ്യത്തെ ഏതൊരു ഉൽപാദകനും അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില ലഭിക്കുന്നുണ്ട്. I don't understand why farmers cannot get the same. പക്ഷേ എന്തുകൊണ്ട് പ്രകൃതിയോടും മണ്ണിനോടും മല്ലിടുന്ന പാവപ്പെട്ട കർഷകന് മാത്രം ഒരു മിനിമം വില അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നില്ല? That is why we are going to guarantee all farmers of India a minimum support price guaranteed by law. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനോട് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഏത് ഉൽപ്പന്നങ്ങൾക്കും നിയമം കൊണ്ട് സ്ഥാപിതമായ ഒരു താങ്ങുവില ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കും, നിങ്ങൾക്കത് ലഭിച്ചിരിക്കുമെന്ന് ഈ നാട്ടിലെ കർഷകർക്ക് ഞങ്ങൾ വാക്ക് നൽകുന്നു. The BJP government has spread unemployment throughout the country. ഒരു മഹാരോഗം പോലെ തൊഴിലില്ലായ്മ ഈ രാജ്യത്തെമ്പാടും പടർന്നു പന്തലിക്കുകയാണ് ബിജെപിയുടെ സർക്കാരിന്റെ കീഴിൽ. We have found that there are 30 lakh government jobs that have not been filled over the last 10 years. അത്ഭുതപ്പെടുത്തുന്നത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ മാത്രം 30 ലക്ഷം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുകയാണ്. Every one of these jobs will be given to the people of India. അതിലെ ഒന്നുപോലും കളയാതെ, അതിലെ ഒന്നുപോലും ബാക്കി വെക്കാതെ ഇന്ത്യ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഞങ്ങൾ അത് നൽകിയിരിക്കുമെന്നുള്ള വാക്ക് ഈ വേദിയിൽ ഞാൻ പറയുന്നു. When poor people work for the government of India or they work for public sector units, they work under contractors. ഇപ്പോ ഈ നാട്ടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ സർക്കാരിന് വേണ്ടിയാണെങ്കിലും ജോലി ചെയ്യുന്നത് കരാർ അടിസ്ഥാനത്തിലാണ്. They can be fired at the shortest notice. യാതൊരുവിധ മാനദണ്ഡങ്ങളുമില്ലാതെ ഏത് സമയത്തും അവരെ പിരിച്ചുവിടാൻ കഴിയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. They don't get a pension, they don't get social security. അവർക്ക് പെൻഷൻ ഇല്ല, അവർക്ക് സാമൂഹ്യ സുരക്ഷയില്ല, ചെയ്യുന്ന ജോലിക്ക് ഒരു തരത്തിലുള്ള കെട്ടുറപ്പും അവർക്കില്ല. We are going to stop this practice, and all jobs in the government of India and in the public sector are going to be permanent jobs. They are not going to be contract based jobs. ആവശ്യം കഴിഞ്ഞാൽ കരിവേപ്പില പോലെ എടുത്തെറിയുന്നവരെയല്ല ഇന്ത്യ രാജ്യത്ത് നമ്മൾ അധികാരത്തിൽ വന്നാൽ ഈ ഗവൺമെന്റ് ജോലികൾ, സർക്കാർ ജോലികൾ, പൊതുമേഖലാ ജോലികൾ അത് അവർക്ക് സ്ഥിര നിയമനം കൊടുക്കുന്ന സംവിധാനം നമ്മൾ തിരികെ കൊണ്ടുവരും. The army did not ask for Agniveer. The army did not ask for Agniveer. Agniveer. അഗ്നിവീർ പദ്ധതി, അതിൽ ഈ പറയുന്ന തരത്തിൽ ആളുകളെ ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചു കഴിഞ്ഞ് അവരെ ഉപേക്ഷിക്കുന്നതാണ്. The Prime Minister unilaterally weakened the Indian Army by proposing and actioning this scheme. ആർമി ആവശ്യപ്പെടാത്ത, ഇന്ത്യയുടെ സേന ആവശ്യപ്പെടാത്ത ഈ പദ്ധതിയെ കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന നമ്മുടെ സേനകളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുർബലപ്പെടുത്തുകയായിരുന്നു. We will scrap the Agniveer scheme the moment we come to power. അതുകൊണ്ട് തന്നെ നമ്മൾ അധികാരത്തിൽ വന്നാൽ ആ നിമിഷം തന്നെ ഈ രാജ്യത്തിന്റെ സേനയെ ദുർബലപ്പെടുത്തുന്ന ആ സ്കീമിനെ നമ്മൾ ചവറ്റുകൊട്ടയിലെറിയും. We don't want two different types of martyrs. If a young Indian person is martyred, all of them deserve the same respect. ഈ സേന രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവനിടയിലും രണ്ട് തരക്കാർ വേണ്ട. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് ഈ നാടിന്റെ സേനയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പട്ടാളക്കാരന് ലഭിക്കേണ്ട എല്ലാ ആദരവും അവിടെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവനും ലഭിക്കണം. In Mr. Modi's scheme, a Shaheed Agniveer will not get the same benefits and same respect that a regular soldier gets.
രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിക്കുന്ന അഗ്നിവീറിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആദരം ഈ ചെറുപ്പക്കാരന് ലഭിക്കുന്നില്ല. This is an insult to our youth and to our army, and we are going to scrap this the moment we come to power. അത് ഇന്ത്യ രാജ്യത്തെ യുവതയോട്, ഇന്ത്യ രാജ്യത്തെ സേനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപമാനമാണ്. അധികാരത്തിലേറിയ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ആ പദ്ധതി ഞങ്ങൾ അവസാനിപ്പിക്കും. Children of rich families can send their children, parents of rich families can send their children to do an apprenticeship. സാമ്പത്തികമായ ശേഷിയുള്ള കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ ഒരുപക്ഷെ തൊഴിൽ പരിശീലന കാലം അവർക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായി മാറുന്നുണ്ട്. They send their children for an apprenticeship. The children get trained. The children get paid on the job. And then after the apprenticeship, the children can get a permanent job. അവർക്ക് പഠിച്ചിറങ്ങിയ മക്കളെ ഒരുപക്ഷെ തൊഴിൽ പരിശീലനത്തിന് അയക്കാനുള്ള സാവകാശം ഉണ്ടായിരിക്കും, അതിനുള്ള സ്ഥിതി ഉണ്ടായിരിക്കും. അവർക്ക് അവിടെ പരിശീലനം ലഭിക്കും. ആ പരിശീലനം ലഭിച്ചു കഴിഞ്ഞ് അവർക്ക് ചിലപ്പോൾ ജോലിയും അവിടെ ഒരു സ്ഥിര നിയമനം കിട്ടിയെന്ന് വരാം. This is not available to the vast majority of India's youngsters. പക്ഷെ അത് നാട്ടിലെ പാവപ്പെട്ടവന്, കോടിക്കണക്കിന് ആളുകൾക്ക് അവർക്ക് താങ്ങാൻ കഴിയുന്നതാണോ? പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടവന് എവിടെയാണ് പരിശീലന കാലം? എവിടെയാണ് പരിശീലനത്തിന് ശേഷം തൊഴിലിന് കാത്തിരിക്കാനുള്ള സാവകാശം? We are going to pass a right to apprenticeship law. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു നിയമം കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞൊരു ചെറുപ്പക്കാരന് ഒരു തൊഴിൽ പരിശീലന കാലം അത് നിയമം കൊണ്ട് ഉറപ്പുവരുത്താൻ ഞങ്ങൾ ഇവിടെ ഒരു ആക്ട് കൊണ്ടുവരാൻ പോകുന്നു. It will be the right of any graduate, any college or university graduate, any diploma holder to demand a 1-year apprenticeship from the government. It will be a paid apprenticeship. It will be training on the job, and he will get a guaranteed income of 1 lakh rupees a year, 8,500 rupees a month. ചരിത്രപരമായ ഒരു നിയമം ഈ രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി ഓരോ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാരനും ഓരോ പഠിച്ചിറങ്ങുന്ന യുവതിക്കും അവർ പഠിച്ചിറങ്ങി ഒരു വർഷം അവർക്ക് തൊഴിൽ പരിശീലനം ഗവൺമെന്റിൽ നിന്ന് ആവശ്യപ്പെടാൻ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. അവർക്ക് തൊഴിൽ പരിശീലനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ആ കാലയളവിൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപയെങ്കിലും സ്റ്റൈപ്പൻഡായി അവർക്ക് ഒരു വർഷത്തേക്ക് കൊടുക്കാനും നമ്മുടെ നിയമം ഈ രാജ്യത്ത് നമ്മൾ നടപ്പിലാക്കും. This scheme will create a modern workforce, a trained workforce, and we will pay for that training. തൊഴിൽ അനുയോജ്യമായ ഒരു സേന, ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ യുവസേന, അത് സൃഷ്ടിക്കാൻ ഈ സ്കീം കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. Apprenticeships will be available in the private sector, in the government, and in the public sector units. സ്വകാര്യ സംരംഭങ്ങളിൽ, സർക്കാർ ജോലികളിൽ, അതുപോലെ തന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, ഇവിടെ എല്ലായിടത്തും ഈ തൊഴിൽ പരിശീലനം ഈ നാട്ടിലെ യുവതക്ക് നമ്മൾ ലഭ്യമാക്കും. Finally, before I conclude, I have a question. Finally, before I conclude, I have a question. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്. I attack the RSS and the BJP, and I've been doing it relentlessly. വിശ്രമങ്ങളില്ലാതെ, ഇടവേളകളില്ലാതെ RSSന്റെയും BJPയുടെയും വെറുപ്പിന്റെ ആശയങ്ങളെ ഞാൻ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. 24/7 they are after me. 24x7 എന്ന് പറയുന്നത് പോലെ അവരെന്റെ പുറകെയാണ്. അതിന്റെ പേരിൽ I spent 55 hours being interrogated by the Enforcement Directorate. എന്റെ ജീവിതത്തിലെ 55 മണിക്കൂർ അവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. After I gave a speech in Parliament, the BJP had me removed from Parliament. പാർലമെന്റിൽ അദാനിക്കും BJPക്കുമെതിരായി സംസാരിച്ചതിന്റെ പേരിൽ എന്റെ പാർലമെന്റ് മെമ്പർ സ്ഥാനം പോലും BJP വളഞ്ഞ വഴികളിലൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. I was reinstated by the Supreme Court. അവസാനം സുപ്രീം കോടതി, പരമോന്നത കോടതിയിലേക്ക് ചെന്നിട്ടാണ് ആ വയനാടൻ ജനത തന്ന പാർലമെന്റ് മെമ്പർ സ്ഥാനം നമ്മൾ തിരികെ എടുത്തത്. They took away my house,
I said to them, I don't want your house, I don't need your house. I have millions of houses in the hearts of India's people. ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലക്ക് എനിക്ക് അനുവദിക്കപ്പെട്ട ഭവനത്തിൽ നിന്ന് എന്നെ പുറത്തിറക്കാൻ അവർക്ക് തിടുക്കമായിരുന്നു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഭവനമല്ല വലുത്, കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയത്തിലുള്ള ഇടമാണ് എന്റെ ഭവനമെന്ന് ഞാൻ കരുതുന്നുവെന്ന്. Now, I have given a speech almost 35-40 minutes and I have not wavered from attacking the BJP. 35-40 മിനിറ്റായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ ഒരിക്കലും മടിയുള്ളവനല്ല ബിജെപിക്കെതിരെ വിമർശനം നടത്താൻ, ആർഎസ്എസിനെ ആക്രമിക്കാൻ എനിക്ക് യാതൊരു ഭയവുമില്ല. Because it is an ideological battle that I fight and I represent an ideology. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ നടത്തുന്ന ഈ പോരാട്ടം ആശയപരമാണ്. ആർഎസ്എസിന്റെയും BJPയുടെയും വെറുപ്പിന്റെ ആശയങ്ങൾക്കെതിരായ ഒരാശയത്തെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. I know that whenever someone attacks the BJP attacks them back. CBI, ED takes away their membership, takes away their house. എനിക്കറിയാം, BJP ആക്രമിക്കുമ്പോ, ആർഎസ്എസിനെ വിമർശിക്കുമ്പോ അവർ തിരിച്ചടിക്കുന്നത് ഒരുപക്ഷെ പാർലമെന്റ് മെമ്പർ സ്ഥാനം ഒഴിവാക്കിയായിരിക്കാം, ഒരുപക്ഷെ വീടുകളിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ടായിരിക്കാം, ഒരുപക്ഷെ CBIയുടെ പേരിലായിരിക്കാം, വേറൊരു പക്ഷേ EDയുടെ പേരിലുമായിരിക്കാം. My question is, why is the BJP not attacking the Chief Minister of Kerala? അപ്പൊ എന്റെ സ്വാഭാവികമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഇതൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ BJP ഉപയോഗിക്കാത്തത് എന്നുള്ളതാണ്. Why are they not taking away his house, taking away his chief ministership, putting court cases on him, getting him interrogated by the ED? മറ്റു പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർക്കെതിരെ BJPക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം നടക്കുന്ന ആ സ്വഭാവങ്ങളൊന്നും കേരളത്തിന്റെ മണ്ണിൽ കാണുന്നില്ല. അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തൊടുന്നില്ല. അവരുടെ ഏജൻസികൾ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോലും ചെല്ലുന്നില്ല. After all, 2 chief ministers are in jail today. ഒന്നുമില്ലെങ്കിൽ നോക്കുക, 2 മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ് BJPക്ക് വിരുദ്ധമായ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം. And the second question is, when the BJP is destroying the constitution, attacking democracy, destroying the institutions, dividing India, why is the Chief Minister of Kerala attacking me 24/7? ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ BJP തകർക്കുമ്പോ, ഈ നാടിന്റെ ജനാധിപത്യ ശീലങ്ങളെ BJP ഇല്ലാതാക്കുമ്പോ, ഈ നാട്ടിലെ ജനതയെ മതത്തിന്റെ പേരിൽ അവർ വേലികെട്ടി തിരിക്കുമ്പോ, അപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ അത് എനിക്കെതിരെയായുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. I am very happy for him to attack me, but he should also spend a little bit of time attacking the BJP and Mr. Modi and the RSS. അദ്ദേഹം എനിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ BJPക്കും RSSനും എതിരെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മൊഴിയണം എന്നുകൂടെ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. മോഡിക്കെതിരെ ഒരു വിമർശനവും പേര് പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്താറില്ല. Finally, our job, the Congress and the UDF's job, is to protect the Constitution and to protect the democratic structure of India. കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഉത്തരവാദിത്വം ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതാണ്. And the Constitution protects the rights of every single Indian, regardless of his religion, the state he comes from, the language he speaks, the culture he is part of. നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതും സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും ആത്മാവിനെ കാക്കുന്നത്. അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ, അവർക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള അവകാശത്തെ, അവർക്ക് വേണ്ട ഭാഷ സംസാരിക്കാനുള്ള അവകാശത്തെ, അവരുടെ അവകാശങ്ങളെ കാക്കുന്നത് ഭരണഘടനയാണെങ്കിൽ ആ ഭരണഘടനയുടെ സംരക്ഷണം ഇവിടുത്തെ കോൺഗ്രസിന്റെയും UDFന്റെയും ഉത്തരവാദിത്തമാണ്. And it is our duty to protect every single voice in this country, regardless of what religion it is, regardless of what caste it is, regardless of what language it is, regardless of how old she is or he is. This is our sacred duty. മതമേതാവട്ടെ,
ജാതി ഏതുമാവട്ടെ, സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാവട്ടെ, അതുപോലെ തന്നെ അവരുടെ പ്രായമോ ലിംഗമോ ഏതുമാവട്ടെ, എത്ര പാവപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിലും ഈ നാട്ടിലെ ഓരോ ശരാശരിക്കാരന്റെയും ആ ശബ്ദത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. We will never decide citizenship on the basis of caste, religion or language. ഈ നാടിന്റെ പൗരന്റെ മേൽ വിഭാഗീയതയുടെ ഒരു അജണ്ടയും നമ്മൾ നടപ്പിലാക്കില്ല. അതിന് മതത്തിന്റെ വേർതിരിവുകൾ ഉണ്ടാവില്ല, അതിന് സംസാരിക്കുന്ന ഭാഷയുടെ അന്തരവും ഉണ്ടാവില്ല. We will decide citizenship based on the idea of India, nothing less. ഒരു കാര്യം ഉറച്ചു പറയുന്നു, ഇന്ത്യയുടെ പൗരത്വത്തിന്റെ മാനദണ്ഡം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആശയങ്ങളായിരിക്കും, മറ്റൊന്നുമായിരിക്കില്ല. And thank you. नफरत के बाजार में आप सब मोहब्बत की दुकान खोलते हो. Thank you. ഹൃദയം നിറഞ്ഞ നന്ദി. വെറുപ്പിന്റെ ഈ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട നമുക്ക് ഒരുമിച്ച് തുറക്കാം. बड़ी से बड़ी खबर, क्राइम से लेकर राजनीति तक किस नेता ने 5 साल में क्या काम कराया. मिलेगी सबसे पहले हर खबर चेंजिंग फ्यूचर न्यूज पर, जो बदलेगा आपका